നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മേ, മാമാ ഒന്നിങ്ങോട്ട് വന്നേ. മാമ ഒന്ന് വാ വേഗം. എന്ത് പറ്റിയടാ? അങ്ങോട്ട് നോക്ക, ആരാ വന്നിരിക്കുന്നത്? അമ്മേ, ഞാൻ പറഞ്ഞില്ലേ അമ്മേ ചീരു ഇങ്ങോട്ടേക്ക് വരുമെന്ന്. പോയി ആരതി എടുത്തോട്ട് വാ അമ്മേ. ചീരുവിനെ ആരതി എടുത്തു വേണം അകത്തോട്ട് കയറ്റാൻ. ലതികെ, അതൊന്നും വേണ്ട. ചീരുമോളാൻ ഇവിടെ ആദ്യമായിട്ട് വരുമെന്നല്ലോ. പിന്നെ ഇവിടെ നോക്കാനായിട്ട് അവിടെ ആരും ഇല്ലല്ലോ എന്നുള്ള നിന്റെ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി വരുന്നതാണ് ചീരു. മോളെ കേറി വാ. ചെല്ലു മോളെ. സൂക്ഷിച്ച് സൂക്ഷിച്ച്. അച്ഛൻ വാ. ഇവൻ അവിടെ വന്ന് വഴക്കുണ്ടാക്കിയ കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു. നിങ്ങൾ ചീരുവിനെ നോക്കുന്നില്ല എന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല മാഷെ. ഒക്കെ ഇവന്റെ ഓരോ തോന്നലാ. അതില് വിനയനെ കുറ്റം പറയാൻ പറ്റില്ല ലംബോദര. ഭാര്യയുടെ ഡെലിവറി എടുക്കുമ്പോ ഭർത്താവിനായിരിക്കും ശരിക്കും പെയിൻ വരാന്ന് പറയാറില്ലേ? സത്യം പറയാലച്ചാ, ഭീകര പെയിൻ തന്നെയാണ് ഞാൻ അനുഭവിച്ചോണ്ടിരുന്നത്. അത് കുറച്ചെങ്കിലും മനസ്സിലാക്കിയതിന് അച്ഛനോട് എനിക്ക് നന്ദിയുണ്ട്. ചിരു, ഇങ്ങോട്ട് വരാൻ മനസ്സ് കാണിച്ചതിന് നിന്നോടും എനിക്ക് നന്ദിയുണ്ട്. നന്ദിയൊന്നും അല്ല വേണ്ടത്. എന്റെ ഡെലിവറി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകും വരെ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. അത് നീ പ്രത്യേകിച്ച് പറയണോ ചിരു? ഇനി ഞാൻ നിന്നെ വിട്ട് എങ്ങോട്ടും പോവില്ല. എങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്യും. എനിക്ക് ജനിക്കുന്നത് വീണ്ടും ഒരു പെൺകുഞ്ഞായാലും എന്നെ വിട്ട് പോവില്ലെന്ന്. സത്യം ചെയ്യുവിനേട്ടാ. ആന്തര ചിരു, അങ്ങനെ ഒരു സത്യം. നമുക്ക് ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞ് തന്നെയാ. അതിലെനിക്ക് ഒരു സംശയമില്ല. എനിക്ക് സംശയമുണ്ട്. ഞാനല്ലേ കുഞ്ഞിന്റെ അമ്മ. എന്റെ വയറ്റിൽ വളരുന്നത് പെൺകുഞ്ഞാണെന്ന് എന്റെ വിശ്വാസം. അത് നിനക്ക് പെൺകുഞ്ഞുങ്ങളോട് കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് തോന്നുന്നതാ. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനായ ഞാനാണ് പറയുന്നത് നമുക്ക് അടുത്തത് ആൺകുഞ്ഞ് തന്നെയാണ്. മാമ ഒന്ന് പറയ്. നിന്റെ വിശ്വാസം പോലെ തന്നെ സംഭവിക്കട്ടെ വിനയ. ചീരുവിന്റെ ചോദ്യം, അഥവാ അവൾ പെൺകുഞ്ഞിനെയാണ് പ്രസവിക്കുന്നതെങ്കിൽ നീ അവളെയും മക്കളെയും കൂടി ഉപേക്ഷിക്കൂ എന്നാണ്. ഉത്തരം പറ വിനയ. ചീരുവിന്റെ അനുഭവം കൊണ്ടാ അവൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. നിന്റെ ഉത്തരവാണ് ഇനി അവളുടെ ധൈര്യവും വിശ്വാസവും. ചീരുവിന് വാക്കുകൊടുക്ക് വിനയ. ആണായാലും പെണ്ണായാലും നിന്റെ മക്കളെ നീ സ്വീകരിച്ചല്ലേ പറ്റൂ. നീ തിരിച്ചു വന്ന ശേഷം ആർച്ചിമോളെയും ഭദ്രമോളെയും കാണാൻ നിനക്ക് വലിയ ആഗ്രഹമായിരുന്നല്ലോ. അതൊക്കെ വെറും അഭിനയായിരുന്നു അമ്മ. ഈ വിനയേട്ടന്റെ ലക്ഷ്യം അടുത്തതൊരു ആൺകുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിനെ സ്വന്തമാക്കുക മാത്രം. അല്ല ചിരു, ഒരിക്കലും അല്ല. എടി, നമുക്ക് 2 പെൺമക്കൾ ഉണ്ടല്ലോ. അടുത്തതെങ്കിലും ഒരു ആൺകുഞ്ഞായിരിക്കണമെന്ന് എനിക്കുള്ളൂ. ഒരച്ഛൻ അങ്ങനെയൊന്നും ആഗ്രഹിക്കാൻ പാടില്ലേ? ആഗ്രഹിച്ചോ? പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ തീരുമാനം എന്നാ എനിക്കറിയേണ്ടത്. വിനയ, നീ ചീരുവിന് വേണ്ടി സംസാരിച്ച് രഘുവിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങുന്നത് കണ്ടപ്പോ ബാക്കിയെല്ലാം മറന്ന് നിന്നെ വീണ്ടും സ്വീകരിക്കാൻ തയ്യാറായവളാ എന്റെ മോള്.